ഇത് ബാലകൃഷ്ണൻ, നാട്ടുകാരുടെ സ്വന്തം സഖാവ് ബാലൻ. കമ്മ്യൂണിസത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് 2000 ആണ്ടിന് ശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും തുടക്കം. ഇത് സഖാവ് ജനിച്ചു വളർന്ന നാട്, കാനായിക്കര ഗ്രാമം. ഇന്ന് ഇതൊരു ഗ്രാമമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വികസനം എന്ന പേരിൽ ഈ നാടിന്റെ മുഖച്ഛായ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ മാറ്റിക്കളഞ്ഞു. പണവും അധികാരവും ഉള്ളവനെ വളർത്തുകയും ഇല്ലാത്തവനെ തളർത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തോട് ഒട്ടും യോജിക്കാതെ സഖാവ് പാർട്ടി വിട്ടു. എന്നാലും തന്റെ നാടിന്റെ നന്മയും പച്ചപ്പും നിലനിർത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് സഖാവ് ഇപ്പോൾ. ജനത്തിന് അത്യാവശ്യം ഫ്ളാറ്റും ഫ്ലൈ ഓവറും മെട്രോയും ഒന്നുമല്ല, ജലവും ഭക്ഷണവുമാണെന്നും കൂടാതെ നാടിന്റെ വികസനം എന്നാൽ നല്ല ഗതാഗത സംവിധാനമാണെന്നുമാണ് സഖാവിന്റെ പക്ഷം. അതിനുവേണ്ടി ഇന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ ബാലകൃഷ്ണൻ ജനങ്ങൾക്കിടയിൽ ഇന്നും സഖാവ് ബാലൻ തന്നെയാണ്. ജലക്ഷാമം അനുഭവിക്കുന്ന കാനായിക്കര ഗ്രാമത്തിൽ കിണറുകൾ നിർമ്മിക്കുവാനും വയലുകൾ നികത്താതിരിക്കാനുമായി സഖാവ് ഇന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അധികാരം വടംവലികൾക്കിടയിൽ സഖാവും ഈ ഗ്രാമവും ഇവിടത്തെ പരിസ്ഥിതിയും ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ സഖാവിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിലേക്ക്. ഇന്നലെ ആ സഖാവ് വന്നിരുന്നു, ആ കിണർ കുഴിക്കണ അനുമതി ചോദിക്കാൻ. ഏത് സഖാവ്? പാർട്ടിയിൽ നിന്ന് പുറത്തുവരൊക്കെ സഖാവെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കിണറിന്റെ കാര്യം, അത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോടല്ല അനുമതി ചോദിക്കേണ്ടത്. അങ്ങ് പഞ്ചായത്ത് ഓഫീസിൽ എന്നെ ഒന്ന് കാണണം. ഇന്നലെ രാവിലെയും ഇവിടെ വന്നിരുന്നു, ഓഫീസിൽ നിന്ന് കാണാത്ത കൊണ്ടാണ് ഇവിടെ വന്നത്. അതൊന്ന് ചെയ്തു കൊടുത്തൂടെ? എടി, അതിനങ്ങനെ കുടിയൊത്താൻ ചോദിക്കുന്നത് പഞ്ചായത്ത് വക പുറമ്പോക്ക് ഭൂമിയാണ്. അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ചില രീതികളുണ്ട്. എന്തോന്ന് രീതികള്? നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. നാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 1-2 കിണർ കുഴിക്കാനുള്ള അനുമതി അത്രയല്ലേ ഉള്ളൂ. അതിങ്ങനെ നടത്തി കൊടുത്തേക്കണം. അതേ, നീ അറിയാൻ പാടാത്ത കാര്യങ്ങൾക്കറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ബാലൻ ചോദിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ 16 ഏക്കർ ഭൂമിയോടെ ഞങ്ങൾക്ക് ഓറഞ്ച് ഗ്രൂപ്പിന് കൈമാറാൻ പോകുന്നത്. അതോടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ വരും. അതോടെ കോടികളാണ് മോളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രസിഡന്റ് ഒന്നിങ്ങി വന്നേ. ഞാനെല്ലാം കേട്ടു. ഈ നാടിനെ കുളം തോണ്ടാൻ ഞാൻ സമ്മതിക്കില്ല. ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും അത്ര തന്നെ കുട്ടികളുള്ള ഈ ഗ്രാമത്തിൽ കുടിക്കാനോ കൃഷി ചെയ്യാനോ ഒരിറ്റ വെള്ളമില്ല. അപ്പോഴാണോ നിങ്ങളുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ? ഒന്നും പറയണ്ട. നമ്മൾ ഈ പ്രകൃതിയോട് കാണിക്കുന്നതെല്ലാം പ്രകൃതി ഒരിക്കൽ നമ്മളോട് തിരിച്ചു ചോദിക്കും. അന്ന് വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തെയോ ഭൂമി വിലക്കത്തെയോ തടുക്കാൻ ഇന്നുണ്ടാക്കുന്ന ഒരു കെട്ടിടത്തിന് സാധിക്കില്ല. ഒന്നോർത്തോ, ഈ ഒരു കാര്യത്തിൽ താൻ മാത്രമല്ല പരമാധികാരി. തനിക്ക് മുകളിൽ അങ്ങ് ജില്ലാ കളക്ടർ വരെ അധികാരമുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. എന്താടാ നീ കാണിച്ചത്? ചവറുന്ന റോഡ് സൈഡിലല്ല എന്നറിയില്ലേ? നാട് ഓരോ അറ്റത്ത് നശിച്ചു തുടങ്ങിയിട്ടും ഈ നാടിന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ, നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? നിനക്കറിയോ, ഓരോ നിമിഷവും ഈ പ്രകൃതി മരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവേ, പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിനൊക്കെ ഞാൻ നാളെ മുതൽ പോയി തുടങ്ങി. അവിടെ നിന്ന് കെട്ടുപിടിച്ചോ പഠിപ്പിക്കാൻ. നാളെ മുതൽ പാർട്ടി ക്ലാസ്സിൽ പോകുന്നതെന്ന്. ഹലോ, പഞ്ചായത്ത് ഓഫീസ്. ഓക്കെ സാർ, ശരി സാർ. അത് വേണ്ട, ഞാൻ ഡീൽ ചെയ്തു സാർ. ഓക്കെ. ആരാണ് സാർ? അല്ല, ചില്ലറ പറയുന്ന കേസാണോ? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ സഖാവ് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. എന്തിനാണോ? ഏത്? ഓ, നമ്മുടെ സഖാവ് ബാലനല്ലേ? അയാളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഇവിടെ സ്ഥലമൊന്നും ഇരിപ്പില്ലെന്ന്. അല്ല, അതേതാ കേസ്? ഓ, താനിവിടെ ജോയിൻ ചെയ്തതിന് മുമ്പുള്ളൊരു അപേക്ഷയാണ്. ഈ സഖാവ് നാട്ടുകാർക്ക് വേണ്ടി കിണർ കുത്താൻ പഞ്ചായത്തിന് സ്ഥലം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഓറഞ്ച് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്ന 16 ഏക്കറിൽ ഉൾപ്പെട്ടതാണ് സഖാവ് ചോദിച്ച ഈ 1 സെന്റ്. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരെ സേവിച്ചു വരുമ്പോൾ നമ്മുടെ കുടുംബം പട്ടിണിയാവും. ഇന്നലെ വന്ന തനിക്ക് ഇത്രയും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ആ സഖാവിനൊന്നുമില്ല. അല്ല, ഈ സഖാവ് ഏത് പാർട്ടിക്കാരനാണ്? ഓ, തന്നൊക്കെയാണ് ജോലി. അല്ല, ഈ ഓറഞ്ച് ഗ്രൂപ്പില്ലേ, അവരെത്ര തരും നമുക്ക് ക്യാഷായിട്ട്? നമുക്കെല്ലാവർക്കും കൂടി 1 കോടി കിട്ടും. അതിൽ ഓരോരുത്തർക്കും എത്ര വീതം? അല്ല സഖാവേ, കിണർ കുഴിക്കാനും റോഡ് വെട്ടാനും മരം വെച്ച് പിടിപ്പിക്കാനും സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ ഹൈക്കോടതി പോലും സഖാവിന്റെ വാദം തള്ളിക്കളയും. എന്ന് പറഞ്ഞ് ഉള്ളത് കൂടി നികത്തി ഫ്ലാറ്റ് വെക്കാൻ ഞാൻ സമ്മതിക്കണോ? ഇല്ല, ഒരിക്കലും ഞാൻ എന്നെ കൂട്ടുവെക്കാൻ സമ്മതിക്കില്ല. പരിസ്ഥിതി മലിനീകരണം, പാടം നിർത്തൽ എന്നീ കാരണങ്ങൾ കാണിച്ച് നിങ്ങളുടെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും നിർത്തിവെക്കാനുള്ള സ്റ്റേ ഓർഡർ ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് അറിയിച്ചിരിക്കും.
ഓ പിന്നെ സർക്കാരിനെ പറ്റിച്ചതിന് സർക്കാർ ഭൂമി പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കെതിരെ ഞാൻ ഹൈക്കോടതിയിൽ പരാതി നൽകും. ഓ അതിന് സർക്കാരും ഹൈക്കോടതി തമ്മിൽ എന്നും അമ്മായിമ്മ പോരാ. ഡോ മനുഷ്യ, വികസനം വരുമ്പോൾ താൻ ഒരാൾ മാത്രം പരിസ്ഥിതി എന്നും നാട്ടുകാരെന്നും പറഞ്ഞ് ഇടംകൊലിടാൻ പറ്റും. സഖാവിന് ഇപ്പൊ എന്താ വേണ്ടേ? ക്യാഷ് ആയിട്ടോ ഫ്ലാറ്റ് ആയിട്ടോ അതോ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ പറയണോ? ഒന്നും വേണ്ട. അങ്ങനെ നീ കാശ് കൊടുത്ത് റെക്കമെൻഡ് ചെയ്ത് കിട്ടേണ്ടല്ല സഖാവെന്നത്. മനുഷ്യനെയും മൃഗങ്ങളെയും ഓരോ പുൽത്തകടിയെയും സ്നേഹിച്ചും പരിപാലിച്ചും അതേസമയം ജീവിച്ചും തെളിയിച്ചവരാണ് സഖാക്കൾ. ഒരുപാട് പരിശ്രമിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും ഒക്കെ ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ഈ നാട് ഇന്ന് ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതിന് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് മറ്റു ഗ്രാമങ്ങൾ നശിച്ചിട്ടും ഈ ഗ്രാമങ്ങളിൽ കുടിവെള്ള ക്ഷാമമല്ലാതെ മറ്റൊന്നുമില്ലാത്തത്. അതൊക്കെ അറിയാം സഖാവേ, പക്ഷേ ഈ കാര്യത്തിൽ സഖാവ് ഞങ്ങളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. അതിനിപ്പോ സഖാവ് ഏതറ്റം വരെ പോയിട്ട് കാര്യമില്ല. സഖാവ് കളിക്കുന്നത് ഞങ്ങളോടല്ല, ഒരു മൾട്ടിനാഷണൽ കമ്പനിയോടാണ്. ഇന്ന് ഈ സമൂഹത്തിൽ സഖാവ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കിണർ കുത്തി ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച കള്ള സഖാവാണെന്നും ജനവിരോധിയാണെന്നും മുദ്ര കുത്തപ്പെടും. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. അതൊന്നും വേണ്ടെങ്കിൽ സഖാവും കണ്ണടച്ചിട്ടാക്കും. സഖാവെന്താ അമ്പലത്തിൽ? മതിയായി. ഞാൻ മാത്രം ഒഴുക്ക് നീന്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലി കറുപ്പ് മുൻ ജന്മത്തിൽ ചെയ്ത ഏതോ കൊടിയ പാപത്തിന്റെ ഫലമായിട്ടായിരിക്കും ഈ ജന്മത്തിൽ ഇങ്ങനെ നാടിനും വീടിനും ദൈവത്തിന് പോലും വേണ്ടാതെ എന്നെ ജനിപ്പിച്ചത്. അതുകൊണ്ട് ബാക്കി ജീവിതം ഞാൻ സന്നിധാനത്ത് ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറയൂ സഖാവേ, നിങ്ങൾ കാണിച്ചെന്നാണ് ഞങ്ങളുടെ കുറിച്ച്. സഖാവ് നിർത്തിയെടുത്തെന്ന് ഞങ്ങൾ തുടങ്ങാം. സഖാവ് തിരിച്ചു തിരിച്ചു വരുമ്പോൾ സഖാവ് മനസ്സിൽ കണ്ട ഒരു ഗ്രാമം ഞങ്ങളാ കഴിയുന്നതും ഞങ്ങൾ ഉണ്ടാക്കി. ലാൽ സലം സഖാവേ.